ഉൾക്കടലിലെ മരതകപ്പച്ചയിൽ ആയിരക്കണക്കിന് കുന്നുകളുടെ കൊടുങ്കാട്. ഉച്ചിയിൽ മഴക്കാട് ചൂടി മാനം നോക്കി നിൽക്കുന്ന കുന്നുകളുടെ ഇടക്കടലാണ് വിയറ്റ്നാമിലെ ഹാലോങ് ബേ. തോങ്കിൻ ഉൾക്കടലിലുള്ള ഹാലോങ് ബേ 1600 ദ്വീപുകളും ചെറുതുരുത്തുകളും ഉൾപ്പെടുന്ന അതിവിശാലമായ സ്ഥലമാണ്. കടലിൽ സാധാരണ കാണുന്ന ദ്വീപുകളിൽ നിന്ന് വിഭിന്നമാണ് ഹാലോങ് ബേയിലേത്. ആഴക്കടലിൽ ഗോപുരം പോലെ തലയുയർത്തി നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ മുടി ചൂടിയതുപോലെ മഴക്കാടുകൾ. ഉഷ്ണമേഖലയിലെ കടലും കാലാവസ്ഥയും സഹസ്രാബ്ദങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയതാണ് ശില്പസമാനമായ ഈ കുന്നുകൾ. (43,400 ഹെക്ടർ പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന ദ്വീപുകളിൽ കൂടുതലും മനുഷ്യസ്പർശം കൊണ്ട് മലിനമാകാത്തതും ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നവുമാണ്. അനിതര സാധാരണമായ ഈ ഭൂപ്രകൃതി ആഴക്കടൽ വിഴുങ്ങിയ പർവ്വത ശിഖരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കോടാനകോടി വർഷങ്ങളിലെ പ്രകൃതി പ്രതിഭാസം മെനഞ്ഞെടുത്ത മിനാരസദൃശമായ കുന്നുകൾ കാട് പുതച്ച് ഹരിതാഭയാർന്നു നിൽക്കുന്നു. കിഴുക്കാന്തൂക്കായ കുന്നുകളുടെ കൂട്ടവും കൂട്ടം തെറ്റിയ കുന്നുകളും ഹാലോങ് ബേയുടെ പ്രത്യേകതയാണ്. മിക്ക കുന്നുകളുടെയും ഉള്ളുപൊള്ളയാണ്. ഉള്ളിൽ വിസ്മയ കാഴ്ചകൾ ഒളിപ്പിച്ച നിരവധി ഗുഹകളുണ്ട്. മലകൾക്കുള്ളിലൂടെയും ഇടനാഴികളിലൂടെയും തുഴഞ്ഞു പോകാവുന്ന വലിയ കമാനങ്ങളും ആഴം കുറഞ്ഞ ഇടങ്ങളുമുണ്ട്. വിയറ്റ്നാമിലെ ഹാനോയിയിൽ നിന്ന് 163 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹാലോങ് നഗരത്തിലെത്താം. അവിടെ നിന്ന് ഹാലോങ് ബേയിൽ ഉല്ലാസ നൗകയിൽ ചുറ്റി അസ്തമയം കണ്ട് അന്തിയുറങ്ങി ഉദയം കണ്ട് ഉണർന്ന് ഉച്ചയോടെ മടങ്ങി കരപിടിക്കാം. അനുപമമായ ഭൂപ്രകൃതിയും അസാധാരണമായ കാഴ്ച വൈവിധ്യവും കണക്കിലെടുത്ത് യുനെസ്കോ ഹാലോങ് ബേയെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിരിക്കുന്നു.